എല്ലാ പ്രേക്ഷകർക്കും ഉൾക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോട്ടിവേഷണൽ ട്രെയിനിങ് ക്ലാസ്സസ്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, അതിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയവുമായി നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യയിലെ പ്രശസ്ത സെൽഫ് ഡെവലപ്മെൻറ്റ് ട്രെയിനറും മെൻറ്ററുമായ ശ്രീ ബോണി കണ്ണോത്താണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, സാധാരണയായിട്ട് നമ്മൾ പല വിദ്യാർത്ഥികളുമായിട്ടും അല്ലെങ്കിൽ യുവാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഈ മോട്ടിവേഷണൽ ട്രെയിനിങ്ങിൽ ഇവർ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. അതേസമയം ഇവർ ക്ലാസ്സൊക്കെ കൊള്ളാം എന്നൊക്കെ നല്ല രീതിയിൽ പറയും. ഇവർ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാകും. പിന്നെ അതുപോലെ തന്നെ ഈ പല ക്ലാസ്സിനും നമുക്ക് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് 10,000-15,000 രൂപയൊക്കെയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു മോട്ടിവേഷണൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഇപ്പോൾ 2 പോയിൻ്റ് പറഞ്ഞു. അതിൽ ആദ്യം ലാസ്റ്റ് പോയിൻ്റ് ഞാൻ പറയാം. മോട്ടിവേഷൻ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം ഉണ്ടായി. ഉണ്ട്. ട്രെയിനിങ് 2 ടൈപ്പ് ട്രെയിനിങ് ഉണ്ട്. ഒന്ന് കമേഴ്ഷ്യൽ ട്രെയിനിങ്. അത് അവർക്ക് ട്രെയിനിങ് ഒരു ബിസിനസ്സാണ്. ഓക്കെ, അവർ പല പരസ്യങ്ങൾ കാണിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് വേണമെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. നമ്മൾ പരസ്യം കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുക? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുള്ളൂ. പക്ഷേ പരസ്യം അതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ പരസ്യങ്ങൾ മാർക്കറ്റിലുണ്ട്. കാരണം ട്രെയിനിങ് ഒരു ബിസിനസ്സാണ് പലവർക്കും. അവർ പരസ്യം ചെയ്യും. അത് ഉപഭോക്താക്കൾ, അതായത് കൺസ്യൂമർ, അവരാണ് നോക്കേണ്ടത് ഈ പ്രൊഡക്റ്റ് നല്ലതാണോ മോശമാണോ എന്നുള്ളത്. പറ്റില്ല. അപ്പം എന്നും പണ്ട് മൊത്തത്തിൽ നമ്മൾ ഒരു ട്രെയിനിങ് ആക്ഷേപിച്ച് പറയാൻ പറ്റില്ല. നല്ല ട്രെയിനിങ് ഉണ്ട്, മോശം ട്രെയിനിങ് ഉണ്ട്. ഞാൻ ഇതുപോലെ ഒത്തിരി ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാനൊരു ട്രെയിനർ അയക്കണത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും ഒന്നെങ്കിൽ ട്രെയിനിങ് എടുക്കുന്നു, അല്ലെങ്കിൽ വേറെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. കാരണം എനിക്കൊരു പാഷനാണ്. പലപ്പോഴും മോശമുള്ള ട്രെയിനിങ് ഇപ്പോൾ കാശ് കൊടുത്ത് പോയിരുന്നിട്ടുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. എന്താ പഠിക്കണത്? എന്താണ് ഒരു ട്രെയിനിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊരു കാര്യം. അപ്പോൾ അവിടെ ലേണിംഗ് സംഭവിക്കുന്നുണ്ട്. പറ്റില്ല. പലപ്പോഴും ഞാൻ ഡിസപ്പോയിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു തെറ്റാണെന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങും മോട്ടിവേഷണൽ സ്പീച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ പലർക്കും ഒരു തെറ്റ്. മിക്കവരും മോട്ടിവേഷണൽ സ്പീക്കറാണ്. അവർ ചെന്നിട്ട് നല്ല അടിപൊളി സ്പീച്ച് കൊടുക്കും, കഥ പറയും, തമാശ പറയും. ഇതെല്ലാം കരുമ്പോൾ പിള്ളേർ കൈയടിച്ച് നല്ല ജാക്ക് പോക്കറ്റ് പോകും. അതായത് നല്ലൊരു സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലിംഗ് ആയിരിക്കും. അത് ട്രെയിനിങ് അല്ല, അത് മോട്ടിവേഷണൽ സ്പീച്ചാണ്. അതുകൊണ്ട് കിട്ടുന്ന വെച്ചാൽ അവർക്ക് കുറേ അറിവ് കിട്ടും. ഇങ്ങനെയൊക്കെ സക്സസ് ആകാം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു മോട്ടിവേഷൻ, ഒരു എനർജി കിട്ടും. എനർജി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകുന്നു. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് മാത്രമല്ല, 3 ഏരിയ ടച്ച് ചെയ്യും. അവിടെയും നമ്മൾ സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ സ്റ്റുഡൻറ്റിൻ്റെ തല ടച്ച് ചെയ്യും. അവരെ കൊണ്ട് ചിന്തിപ്പിക്കും, അനലൈസ് ചെയ്യിപ്പിക്കും, അവന് നോളജ് കൊടുക്കും. രണ്ടാമത്തത് അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കും, അവനിൽ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യും. മൂന്നാമത്തത് അവൻ്റെ കരങ്ങളെ സ്പർശിച്ച് അവനെ കൊണ്ട് കാര്യങ്ങളിലേക്ക് നയിക്കും, പ്രവൃത്തിയിൽ വരുത്തും. അപ്പോൾ അവിടെ ആക്ടിവിറ്റി ഉണ്ട്, ഫീലിംഗ് ഉണ്ട്, മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇതൊരു ചെറിയൊരു ക്രൗഡിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ മോട്ടിവേഷൻ സ്പീച്ച് 1000 പേര് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം, എഫക്റ്റീവ് ആകാം. നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. ഒരു ഫുൾ ഡേ ഒരു 500 പേരെയൊക്കെ ഇരുത്തിയിട്ട് എൻ്റർടൈൻ ചെയ്യണ സ്പീക്കേഴ്സ് ഉണ്ട്. അവർ വെർബൽ എബിലിറ്റി നല്ലതാണ്. നന്നായിട്ട് കഥ പറയും, പാട്ട് പാടും, തമാശ പറയും, എൻ്റർടൈൻ ചെയ്യും. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി ഡിസൈൻ ചെയ്യണം. ഈ ഇരിക്കുന്നവരുടെ എന്താണ് ആവശ്യം അത് മനസ്സിലായി നീഡ് അസസ്മെൻ്റ് എന്ന് പറയും. ആ നീഡ് അസസ്മെൻറ്റ് നടത്തി ഇവർക്ക് എന്താ വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഓരോ ട്രെയിനിങ് എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. നിങ്ങൾ എന്നെ ഒരു ട്രെയിനിൻ്റെ നാളെ അത് വേറെ ആയിരിക്കും. കാരണം ഒന്നും പെർമനൻ്റ് അല്ല, ഞാൻ സ്ലൈഡ് മാറ്റിക്കൊണ്ടിരിക്കും. മനസ്സിലായി. പിന്നെ ചിലപ്പോൾ ഓൺ ദ സ്പോട്ട് ഞാൻ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ വരുമ്പോഴത്തേക്കും മനസ്സിലായി ഈ ടോപ്പിക്ക് അല്ല ഇവിടെ ആവശ്യം വേറെ ആകുമ്പോൾ ഞാൻ ഉടനെ ചേഞ്ച് ചെയ്യും. പക്ഷേ ചില പ്രൊഫഷണൽ ട്രെയിനേഴ്സ് എന്താണ്, ആ ഒരു സ്ലൈഡ് തന്നെ എല്ലായിടത്തും കൊണ്ട് അത് തന്നെ. ഇപ്പോൾ ലീഡർഷിപ്പാണ് ടോപ്പിക്കെങ്കിൽ എല്ലായിടത്തും അത് തന്നെ കാണിക്കും. സ്റ്റുഡൻറ്റ്സാണെങ്കിലും ശരി, അഡൽട്ട്സാണെങ്കിലും ശരി. അപ്പോൾ ഇതുപോലെ ഈ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് പിള്ളേർ പറഞ്ഞാൽ ഓ നല്ല കത്തിയായിരുന്നു, ട്രെയിനിങ് അല്ലേ, വെറുതെ ഇരുത്തി പോയിരിക്കും, അല്ലെങ്കിൽ സ്പീച്ച് ആകുമ്പോൾ അവർ പോകില്ല. നല്ല ട്രെയിനിങ് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ വീണ്ടും വീണ്ടും പോകും. ട്രെയിനിങ് എഫക്റ്റീവ് ആണെങ്കിൽ ക്രൗഡ് ചെറുതായിരിക്കണം. പിന്നെ ട്രെയിനർ ഫ്രീഡം ഉണ്ടാവണം.
സമയം ലിമിറ്റ് ഉണ്ടാകരുത്, പിന്നെ ടോപ്പിക്സ് ചൂസ് ചെയ്യാനുള്ള ഇതുണ്ടാകണം. ഇപ്പോൾ ചില സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ സാറേ ഇന്ന ടോപ്പിക്ക് ഇത്ര സ്റ്റുഡൻറ്റ് ഇത്ര വരും, അപ്പോൾ അതിനുള്ള ഒപ്പിച്ചിട്ട് നമ്മൾ വേണം പോകാൻ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ കമേഴ്ഷ്യൽ ചെയ്യുന്നുണ്ട്, എനിക്ക് വരുമാനം വേണമല്ലോ. അപ്പോൾ നമ്മൾ കോർപ്പറേഷനിൽ ചെന്നിട്ട് നമ്മൾ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് അതൊരു മെൻറ്ററിങ് ആണ്. അവിടെ 4-5 പേരായിട്ട് ഇതുപോലെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും, ഡിസ്കസ് ചെയ്യും, നോളജ് കൊടുക്കും. അതിന് ടൈം ലിമിറ്റ് ഇല്ല, അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നിങ്ങൾ ഇന്ന് വന്ന് കുറച്ചുകൂടി പിന്നെയും വന്ന് അങ്ങനെ നിങ്ങൾക്ക് എന്നെ വഴി എപ്പോഴെങ്കിലും സമീപിക്കാം. അതിനാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് മെൻറ്ററിങ് ആണ്. അപ്പോൾ ഈ ഒരു സൗകര്യം നമുക്ക് ഏതെങ്കിലും കോളേജിൽ തരുമോ? ഇപ്പോൾ സാറിൻ്റെ കോളേജിൽ ഞാൻ വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഒരു വർഷത്തേക്ക് മെൻറ്ററി ആണെങ്കിലും ഒരു ഫെസിലിറ്റി തരുമോ? നിങ്ങൾക്ക് ഇല്ല. ഒരു സാർ ഒരു ദിവസം തരാം പിള്ളേരെ, ആ ഒരു ദിവസം അവർ ട്രെയിനിങ് എടുത്തോളം പറയും. അതുപോലെ തന്നെ അവരുടെ ഈ സമയവും വളരെ പരിമിതമാണല്ലോ, 2 സെമസ്റ്റർ, കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയമായിട്ട് എനിക്ക് ഫ്രീഡം ഉണ്ട്, ലിമിറ്റേഷൻ ഇല്ല, ഞാനും തീരുമാനിക്കണത്. പിന്നെ റിയലി താല്പര്യമുള്ളവർ മാത്രമേ ഇവിടെ വരുള്ളൂ, മാർക്കറ്റിംഗ് ഇല്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, വെൻ ദ സ്റ്റുഡൻറ്റ് ഇസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ. അപ്പം നിങ്ങൾ എന്തെങ്കിലും നേടാൻ ആഗ്രഹിച്ച് അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കും ആ ഗുരു നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അത് ചിലപ്പോൾ ഒരു ടീച്ചറായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ, ബുക്ക് വായിക്കുമ്പോൾ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും, ടി വിയിലൊരു പ്രോഗ്രാം ആയിരിക്കും. അങ്ങനെ പല രീതിയിലാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ലോ പ്രോസസ്സാണ്, പക്ഷേ സംഗതി എഫക്റ്റീവാണ്. അപ്പോൾ ഇതിനകത്തുള്ള ടൂൾസുകൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ സ്റ്റുഡൻസിൻ്റെ സക്സസ്സിന് വേണ്ടി? ഇപ്പോൾ ടൂൾസ് ഉപയോഗിക്കുന്നത് ആക്ടിവിറ്റി, ബസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, മൂവ്മെൻറ്റ്സ്, കോൺഫിഡൻസ് ബിൽഡിംഗ് പല ആക്ടിവിറ്റി ചെയ്യിക്കും, ടീം വർക്ക് ചെയ്യിപ്പിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരെ കൊണ്ട് കുറേ സംസാരിപ്പിക്കും പല സ്റ്റൈലിൽ. ഫാമിലി പ്രാക്ടിക്കൽ ഞാൻ അങ്ങനെ പ്രോഗ്രാമേ ചെയ്യുള്ളൂ. ഞാൻ 500 പേര് 1000 വെച്ചുള്ള സംസാരപ്പേര് നമുക്കില്ല. ചെറിയ ഗ്രൂപ്പിനെടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യും, എങ്കിലേ അത് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ബുക്കുകൾ വായിച്ച് പലരും, അതായത് പല ബുക്കിനകത്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റർവ്യൂവിൽ വിജയകരമായിട്ട് അപ്പിയർ ചെയ്യാം, പിന്നെ സക്സസ് ടൂൾസ്, 101 വിജയമാർഗ്ഗങ്ങൾ, ഇതുപോലുള്ള ഈ ബുക്കുകൾ വായിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലത്തിൽ പ്രയോജനം വരുന്നു? നല്ല ബുക്കുകളുണ്ട്, മോശം ബുക്കുകളുണ്ട്. ചിലർ ഈ ബുക്കുകൾ എഴുതുന്നത് അത് മാർക്കറ്റ് ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ചിലർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ നല്ല ബുക്കുകളും മാർക്കറ്റുണ്ട്. ഞാൻ ഒത്തിരി ബുക്കുകൾ വായിച്ച് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എന്തിനാണ് ഒരാൾ ബുക്ക് വായിക്കേണ്ടത്? ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ചില ടിപ്സ് ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ എന്താണ് ഇന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ വായിച്ചപ്പോൾ കുറേ നമുക്ക് ഐഡിയ കിട്ടി. പിന്നെ ഒരു ഇൻ്റർവ്യൂ സക്സസ് ആണെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ടായില്ല, പ്രാക്ടിക്കൽ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ കോളേജ് ചെയ്യുന്നത് കഴിഞ്ഞാൽ പിള്ളേരെ മോക്ക് ഇൻ്റർവ്യൂ, ഒരു പിള്ളേരെയും പല തവണ ഇൻ്റർവ്യൂ നടത്തും ഞാൻ പല രീതിയിൽ, എന്നിട്ട് ഫീഡ്ബാക്ക് കൊടുക്കും. ഇതിങ്ങനെ രീതിയാണ് ചെയ്യേണ്ടത്. അതിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യമില്ല. നമ്മളവരെ ഇരുത്തിക്കൊണ്ട് അവർക്ക് ടോപ്പിക് കൊടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഫീഡ്ബാക്ക് കൊടുക്കും, ഇന്നായിരുന്നു പറയേണ്ടത്, ഇതിങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു മോഡറേറ്റർ എന്താണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരു 3-4 റൗണ്ട് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മുണ്ടും മിണ്ടാത്ത കുട്ടി ലാസ്റ്റിലാകുമ്പോഴത്തേക്കും സംസാരിക്കാൻ തുടങ്ങും. അതിനാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞത്. ഈ മോട്ടിവേഷണൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നവരെല്ലാം വളരെ ആഗ്രഹത്തോടു കൂടിയാണ് അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഈ വരുമ്പോഴും അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോഴുള്ള ആ ആവേശവും ആ പ്രതിജ്ഞയും ഇതൊന്നും നിലനിർത്താൻ പറ്റാതെ വരുന്നു. ഇതെന്തുകൊണ്ടാണ്? നല്ലൊരു ചോദ്യം. എല്ലാവരും പറയാനുള്ളൊരു കാര്യമാണിത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരും ഈ പറഞ്ഞ പോലെ സ്വയം എനിക്ക് ക്ലാസ് കൂടി നന്നാകണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് വന്നവരല്ല. പലരും അവിടെ വരുന്നത് വീട്ടുകാർ പറഞ്ഞേക്കണുണ്ടോ, സ്കൂൾ നോമിനേറ്റ് ഉണ്ടോ, കമ്പനി പറഞ്ഞതുകൊണ്ട് ആയിരിക്കാം. ചിലരവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്, ചിലർ മനസ്സിലാക്കാൻ വേണ്ടി വന്നവരുണ്ട്, ചിലർ ഇത് എന്തെങ്കിലും നേടാൻ വേണ്ടി വന്നിരിപ്പവരുണ്ട്. അത് കുറേ പേര് എൻ്റെ കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ടാവും. നോക്കിയേ, അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇപ്പോൾ 50 പേരുണ്ടെങ്കിലും ഞങ്ങളുടെ 50 പാർട്ടിസിപ്പൻസിനല്ല 50 ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോകും. പിന്നെ രണ്ടാമത്തത്, ഒരു ദിവസം ട്രെയിനിങ് കൊണ്ടുവന്ന ഒരാൾ പെട്ടെന്ന് മാറാൻ പോകുന്നില്ല. ഞാൻ 15 വർഷമായിട്ട് കാലം ട്രെയിനിങ് എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരാളെയും ചേഞ്ച് ചെയ്തിട്ടില്ല. സാറൊരു അധ്യാപകനാണ്, ഒരു ഞാൻ ചോദിക്കട്ടെ, ക്യാൻ യു ടീച്ച് എ സ്റ്റുഡൻറ്റ്? ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കാൻ പറ്റുമോ? വിദ്യാർത്ഥിയെ
ഭയങ്കര ബുദ്ധിമുട്ടിച്ച് കളഞ്ഞല്ല. ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. അല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവനുള്ള ഇരുട്ടിനെ നീക്കി നന്മ കണ്ടെത്താനുള്ള ഒരു, അതാണ് വിദ്യാഭ്യാസം. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ അതല്ലേ നിങ്ങളൊരു പ്രൊഫഷണൽ പഠിപ്പിക്കുന്നത്. ഒരുത്തനെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അവനെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് സാഹചര്യം ഉണ്ടാക്കുന്നു. കുറേ പിള്ളേർ പിക്കപ്പ് ചെയ്യുന്നു, പഠിക്കുന്നു, ചിലർ പഠിക്കുന്നില്ല. അപ്പോൾ അവിടെ അവൻ്റെ മനോഭാവം ഇമ്പോർട്ടൻറ്റ്. എന്നുള്ള ട്രെയിനിങ് കൊണ്ട് ഒരാളെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല, അവളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാറ് ചോദിക്കും, എന്തിനാ സാറ് പൈസയൊക്കെ മേടിച്ചിട്ട് ആൾക്കാരോട് ചെയ്യുന്നത്? ഇല്ല. ഒരാൾ നന്നാകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ട്രെയിനിങ്ങും പ്രസൻറ്റേഷൻ സ്കിൽസ് കൊണ്ട് അവരെ പോസിറ്റീവ്ലി സ്വാധീനിക്കുക. എന്നിട്ട് അവർ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാ ദിവസവും. അത് ചെയ്ത് പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് പിന്നെ നമ്മൾ അങ്ങനെ മെൻറ്ററിങ് ചെയ്ത് അവർ ഡെവലപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ചിലർ കിട്ടാതെ. ഇപ്പം ഇത് പലർക്കുള്ള പരാതിയാണിത്. പിന്നെ ചിലർക്ക് ട്രെയിനിങ് ഭയങ്കര നെഗറ്റീവാണ്. ഞാനൊരു കമ്പനി ചെന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, സാറേ ഈ ട്രെയിനിങ് കൊണ്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ഒരാളെങ്കിലും കാണിച്ചു തരാമോ? ഞാൻ പറഞ്ഞു ഇതാ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ 18 വയസ്സിൽ ഞാൻ ഇന്ത്യൻ നേവിയിൽ ചേർന്ന് പോയി. ഒരു വർഷം ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു പട്ടാളക്കാരായിട്ട് മാറി. ട്രെയിനിങ് മാറ്റിയെടുത്തില്ലേ? അപ്പോൾ ആ ട്രെയിനിങ്ങിനായിട്ട് വ്യത്യാസമുണ്ട്. അതിന് എൻഫോഴ്സ്ഡ് ചേഞ്ച് എന്ന് പറയും. നമ്മൾ കോൺട്രാക്ട് കഴിഞ്ഞാൽ 15 വർഷം സർവീസ് ചെയ്യും, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അവിടെ നിന്ന് ഓടിപ്പോരാൻ പറ്റില്ല. ആ ട്രെയിനിങ്ങും പരേഡ് ട്രെയിനിങ്ങും ഇതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഓടിപ്പോന്നാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഈ കോളേജിലും നമ്മളിവിടെ ചെയ്യുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വോളണ്ടറി ചേഞ്ചാണ്. നമുക്ക് അവൻ്റെ പട്ടാള സ്റ്റൈലിൽ അവനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരു ജയിലിൽ ഒരു കുറ്റവാളിയെ നമ്മൾ മാറ്റിയെടുക്കുന്നത് എഗെയിൻ ഓട്ടോക്രാറ്റിക്കാണ്. അവനൊരു നിവൃത്തിയില്ല, കൊടുക്കുന്ന എക്സസൈസ് ചെയ്തേ പറ്റൂ. പക്ഷേ ആ ഒരു സ്റ്റൈൽ നമുക്ക് പുറത്ത് പറ്റില്ല. അപ്പോൾ ഇവിടെ ആ അവർ സ്വയം മോട്ടിവേറ്റഡായിട്ട് സെൽഫ് ഇൻട്രസ്റ്റോടെ ഈ സംഗതി പ്രാക്ടീസ് കഴിഞ്ഞാൽ അവർക്ക് ഗുണം കിട്ടുള്ളൂ. പറ്റില്ലേ? അപ്പോൾ ഒരു ട്രെയിനറിന് ഒരാളെ മാറ്റാൻ പറ്റുമോ? ഇല്ല. അവരിലെ മാറ്റങ്ങൾ നമുക്ക് സ്വാധീനിക്കാനേ പറ്റുള്ളൂ, ഇൻഫ്ലുവൻസിനെ പറ്റുള്ളൂ. അതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലതൊക്കെ കഴിയും എന്നുള്ള ഒരു പറ്റും. ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രെയിൻ എന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ചേഞ്ചായി. അതുപോലെ എൻ്റെ ക്ലാസ്സിൽ പലവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പിന്നെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഈ ഒരു 2 ദിവസം ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല ഫുള്ളി എനർജൈസ്ഡ് ആണ്, മോട്ടിവേറ്റഡ് ആണ്. ഇപ്പം ഞാൻ ചിലതൊക്കെ എനിക്ക് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? 88% ആൾക്കാർ നെഗറ്റീവാണ്. അവരുടെ ഇടയിലേക്കാണ് പോകുന്നത്. അവരുടെ സുഹൃത്തുക്കൾ, ഫാമിലി മെമ്പേഴ്സ് ഇവരെല്ലാം അവരോട് നെഗറ്റീവ് പറഞ്ഞോളൂ. നിങ്ങളുടെ ആകില്ല, പറ്റില്ല, സാധിക്കില്ല, നെഗറ്റീവ് മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവാണ് കൂടുതൽ പവറുള്ളത്. അപ്പം ഞാൻ കൊടുത്തതെല്ലാം ചോർന്നു പോകും. പിന്നെ നമ്മളെല്ലാവരും ഒരുപോലെ അല്ല. ചിലവർക്ക് മോട്ടിവേഷൻ ഒരു ദിവസം നിൽക്കും, ചിലർക്ക് 2 ദിവസം, ചിലർക്ക് 3 ദിവസം, ചിലർക്ക് 1 മാസം, ചിലപ്പോൾ 1 വർഷം. അത് ഞാൻ കമ്പയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരു ബക്കറ്റാണ്. ഊട്ടയുള്ള ബക്കറ്റ്, ദ്വാരമുള്ള ബക്കറ്റ്. ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ചോർന്ന് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മോട്ടിവേഷൻ ഈ ചോറിനനുസരിച്ച് ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ചിലർക്ക് 1 ദ്വാരമുള്ളൂ, ചിലർക്ക് 2 ദ്വാരം, ചിലർക്ക് 3 ദ്വാരം, ചിലർക്ക് 4 ദ്വാരം. അപ്പോൾ എത്ര ദ്വാരം കൊടുന്നു അതനുസരിച്ച് അത്രയ്ക്ക് സ്പീഡിൽ സാധനം കാലിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എപ്പോഴും എനിക്ക് ചെന്നിട്ട് ഇത് നിറച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതാണ്, ഇപ്പോൾ എൻ്റെ ട്രെയിനിങ് നിങ്ങളുടെ ബക്കറ്റ് നിറഞ്ഞേക്കുന്നതാണ്. ഇത് കുറച്ച് ദിവസം മുമ്പ് ചിലവരുടെ 1 ദിവസം കൊണ്ട് പോകും, 2 ദിവസം 3 ദിവസം പോകും. അതനുസരിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ? റൂൾ നമ്പർ 1, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക. നെഗറ്റീവായിട്ട് മോട്ടിവേറ്റുള്ളവരെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് അവരെ അവോയ്ഡ് ചെയ്യുക. അല്ല, നമ്മൾ ഈ സമൂഹത്തിൽ നമ്മളിപ്പോൾ 88% ആൾക്കാർ നെഗറ്റീവാണ്. നമുക്ക് അന്നേരം അവർക്ക് അറിയില്ല, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല. അവരെ നമുക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനും പറ്റാത്തൊരു കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എടുക്കുക. അവർ നെഗറ്റീവ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നെഗറ്റീവാണെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അതാണ് നമ്മൾ ട്രെയിനിൽ പഠിപ്പിക്കുന്നത്. അവർ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ സാരി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. രണ്ടാമത്തത് ബക്കറ്റിന് ഇറങ്ങണം. എങ്ങനെ? ഞങ്ങൾ കൊടുക്കുന്ന നോട്ട്സ് എപ്പോഴും വായിക്കുക, മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യുക. മൂന്നാമത്തത് നല്ല മോട്ടിവേഷണൽ ബുക്സ് ഉണ്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. സാറിയത്തുമല്ല കുറേ ബുക്കുകളുണ്ടെന്നുള്ളത്. ഞങ്ങൾ റെക്കമെൻഡ് നല്ല ബുക്കുകളുണ്ട്. ആ ബുക്കുകളിൽ നിന്ന് ഡെയിലി ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ വായിക്കുക. സെൽഫ് മോട്ടിവേഷൻ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയും, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ നല്ല പാട്ട് കേൾക്കുക, നല്ല കഥ കേൾക്കുക, ബൈബിൾ വായിക്കുക, ഖുറാൻ വായിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പോലെ ഉറങ്ങുന്നതിന് മുമ്പ് നല്ലൊരു മോട്ടിവേഷണൽ ഒരു ചാപ്റ്റർ വായിച്ചാൽ മതി, തുടങ്ങിക്കോളൂ. രാത്രി മുഴുവൻ നമ്മുടെ ബ്രെയിൻ ഈ തോട്ട്സാണ് പ്രോസസ്സ് ചെയ്യുന്നത്.
ഒരാൾ ഉറങ്ങാൻ പോകുമ്പോൾ ഏത് തോട്ട്സായിട്ട് പോകുന്നു അതാണ് രാത്രി മുഴുവൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിങ്ങനെ ശീലമാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകും. മാത്രമല്ല നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ വാക്കുകൾ മറ്റും മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടന്ന് പോകുന്നത്, നമ്മളെ സ്പർശിച്ചിട്ടാണ് പോകുന്നത്, അവിടെ നമ്മൾ എനർജൈസാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും വഴിയുണ്ട്. ഞാനിതുപോലെ ട്രെയിനിങ് കൂടി കയറി വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു. നമ്മൾ പറഞ്ഞു കൊടുക്കും, കുറച്ച് ദിവസം ചെയ്യും, ചെയ്യില്ല, അത് നമ്മളുടെ ഫോൾട്ടല്ല. അപ്പം മോട്ടിവേഷൻ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഫീൽഡ് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, ചോരനുസരിച്ച് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് പാരൻസ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ അവിടെ അധികം അറിയാതെ നമ്മൾ ചെന്ന് ഡീമോട്ടിവേറ്റാണ് ചെയ്യുന്നത്. നീ ചെയ്യണ്ട, നിന്നെക്കൊണ്ട് പറ്റില്ല, നിങ്ങൾ സാധിക്കില്ല, വിട്ടേര്. നമ്മൾ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയണത്, പക്ഷേ അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. സാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ സാധാരണ വിദ്യാർത്ഥികളോടോ യുവാക്കളോടോ ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ മോട്ടിവേഷണൽ ക്ലാസ്സിനെ പറ്റി അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം അല്ലെങ്കിൽ ഗാന്ധിജി ഇതുപോലുള്ള പല മഹാന്മാരും ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണോ അവർ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? നല്ലൊരു പോയിൻ്റാണ് പറഞ്ഞത്. രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്, സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് എക്സ്റ്റേണലി മോട്ടിവേറ്റഡ്. അത് നല്ല ഉദാഹരണം പറയാം. ഒരു IAS ഓഫീസർ, നല്ലൊരു ഡീസൻറ്റും മിടുക്കനും പേര് കേട്ട ഒരു IAS ഓഫീസറാണ്. അദ്ദേഹത്തെ ചെന്നൊരു ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തു. സാർ ഇത്രയും പഠിപ്പും അറിവും വിവരമുള്ള ഒരു ജെൻറ്റിൽമാനാണ്. സാറിൻ്റെ ഒരു സഹോദരനുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ. നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബത്തിൽ വളർന്നതല്ലേ, എന്തുകൊണ്ട് ഈ വ്യത്യാസം?